രാവിലെ തന്നെ കാപ്പി മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നു തഫ്സീർ. കാപ്പി മേടിച്ചു തരല്ല കേട്ടോ, കാപ്പിമല കാണാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് കാപ്പിമലയിലേക്ക് പോകുന്ന വഴിയാണ്. നീ ക്യാമറ ഓടിക്കാതിരിക്കുന്നത് നല്ലേ, തലയുണ്ടാവൂല, നീ ടിക്കറ്റ് ഡ്രൈവിംഗ്. ഒടുവള്ളിയെക്കുറിച്ചും ഒടുവള്ളി തട്ടിനെക്കുറിച്ചും രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ടൂറിസ്റ്റ് മേഖലയിൽ ചുമ്മാ വലിഞ്ഞു കയറി ഇടം പിടിച്ച നഫ്സീറെ ക്ഷണിച്ചുകൊള്ളുന്നു. സാർ പറയൂ, ഒടുവള്ളിയെക്കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഒടിവള്ളിത്തട്ട് ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് എന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടുന്ന് ആലക്കോടൊക്കെ പോകുമ്പോൾ റെസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. ആലക്കോട് റെസ്റ്റ് ചെയ്യേണ്ട വല്ല സ്ഥലമുണ്ടോ? അങ്ങനെ റെസ്റ്റ് അല്ല, പാർക്കിങ്ങിന് നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇതൊരു നല്ലൊരു സ്ട്രെച്ചാണ്, സേഫാണ്. ഇവിടുന്ന് റോഡ് ക്രോസിംഗ് ഒന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഈ സൈഡിൽ നിന്നാണ് വരുന്ന വണ്ടികളെ പെട്ടെന്ന് കാണാം. ഇതാണെങ്കിൽ നല്ല സ്ട്രെച്ചാണ്, സേഫാണ്. രണ്ട് സൈഡിലും വേണമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാം. രണ്ട് സൈഡിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് വെറുതെ ഒരു വ്യൂ പോയിന്റ് കാണുന്നതാണ് ഇവിടെ നമ്മളെ നഫ്സി പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ പാലക്കയം തട്ടിലേക്കുള്ള റൂട്ടിലാണ്. അപ്പോൾ ഒടുവള്ളി തട്ട് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റാണ്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. രാവിലെയൊക്കെ വന്നാൽ നല്ല ഭംഗിയായിട്ട് ഒരു സ്ഥലം കണ്ടിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലം. വയനാട് യാത്രകൾ അവസാനിക്കുന്നില്ല. നമ്മളൊരു 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും പോവുകയാണ്. അപ്പോൾ നാട്ടിലെ ചില പരിപാടികളുള്ളത് കൊണ്ട് വയനാട് യാത്ര തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ട് കണ്ണൂർ വന്നിട്ടാണുള്ളത്. അപ്പോൾ കണ്ണൂരിലുള്ള കാഴ്ചകളുമായിട്ട് ഒരു കുറച്ച് ദിവസം കണ്ണൂർ തങ്ങാമെന്ന് വിചാരിച്ചു. വെൽക്കം ബാക്ക് ടു മാഡ് വിങ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് പാലക്കയം തട്ട് പോകാമെന്ന് വിചാരിച്ചു. പാലക്കയം തട്ട് കോവിഡിന് ശേഷം ഒരു കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ പാലക്കയം തട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഏകദേശം നമ്മളിപ്പം അതിനുള്ള അടുത്തുള്ള സ്ഥലത്തെത്തി. ഇതേത് സ്ഥലം? കരുവഞ്ചാൽ. നമ്മൾ തളിപ്പറമ്പ് റൂട്ടിലൂടെയാണ് വന്നത്. അപ്പോൾ തളിപ്പറമ്പിൽ നിന്ന് ഇപ്പോൾ കരുവഞ്ചാലെത്തിയിരിക്കുകയാണ്. കരുവഞ്ചാലിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അവിടെ ചോദിച്ചു നോക്കാം. കരുവഞ്ചാൽ ടൗണിൽ നിന്ന് നമ്മുടെ കുരിശുപള്ളിയുടെ അടുത്തുനിന്ന് നേരെ അങ്ങോട്ട് പോവുക. അതാണ് പാലക്കയം റൂട്ട്. റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കംപ്ലീറ്റ് ഓഫ് റോഡ് ആയിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഏതായാലും പോയി നോക്കാം. കോവിഡിനൊക്കെ മുമ്പ് ഒരു വർഷം മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അന്നേരമൊക്കെ റോഡ് അടിപൊളിയായിരുന്നു. ഇപ്പോൾ റോഡെല്ലാം പൊട്ടി പണ്ടാരടങ്ങിയിട്ടാണ് ഉള്ളത്. അതിമനോഹരമായ കാഴ്ചകൾ അല്ലേ തഫ്സീർ? പൊളി സാധനം. അപ്പോൾ നമ്മള് പാലക്കയം തട്ടിന്റെ ആ കുന്നിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയൊന്നും അങ്ങോട്ട് കയറുന്നില്ല. പാലക്കയം തട്ട്, കുടിയാമല, പൈതൽമല. ഓക്കെ, പാലക്കയം തട്ടിലേക്ക് 2.5 കിലോമീറ്റർ മുകളിലേക്ക് കയറി പോകാം. ഓക്കെ, അതിപ്പോൾ ടീ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ചായ കുടിക്കാനുള്ള സ്ഥലമുണ്ട് തഫ്സീറെ. നല്ലൊരു ചായ ഇവിടെ കിടന്ന് കുടിക്കാം. ടീ ഷോപ്പ് ഇവിടെ നല്ല 6 ടയർ ഷോപ്പ് ആകുമ്പോൾ ആരെയോ ഒരു ടീ ഷോപ്പ് കാണുന്നുണ്ട്. മുട്ടയും അപ്പമൊക്കെ കിട്ടുമെന്ന് നോക്കാം, ഇല്ലയോ?
നമ്മൾ ശരിക്കും ആ ഇരിക്കൂർ റൂട്ടിലൂടെ വന്നില്ലെങ്കിൽ നമുക്ക് ഈ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ ആലക്കോട് വഴി ഇങ്ങോട്ട് കയറി വന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ കാറ് ഇങ്ങോട്ടേക്ക് കയറില്ല. അപ്പോൾ കാർ അവിടെ നിർത്തി വെച്ചിട്ട് നമ്മൾ നടന്നു പോവുകയാണ്. ഓക്കെ, അവിടെ ഏതായാലും ട്രെക്കിംഗ് ഒന്നും വിചാരിച്ചല്ല, ഒരു നല്ലൊരു ട്രെക്കിംഗ് ആകുന്നുണ്ട്. മിക്കവാറും അങ്ങെത്തിയിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് 2 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് വേണം ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും തുടങ്ങണമെങ്കിൽ. നമ്മളെ ചങ്ങായി ഫുള്ള് സാധനം എടുത്ത് നടക്കുന്നുണ്ട് കേട്ടാ. എഫ്സി, ഞാൻ ഇങ്ങോട്ടാ ഡ്രോണിന് ഒന്ന് അപമാനിക്കല്ലടാ. അയ്യോ, നമുക്ക് ഈ വഴിയല്ലാണ്ട് വേറൊരു വഴിയും കൂടെയുണ്ട്. നമുക്ക് വണ്ടിയൊക്കെ ആ പാലക്കയം തട്ടിൻ്റെ എൻഡ് വരെ എത്തും. പക്ഷെ നമ്മൾ ഈ വഴി പ്രിഫർ ചെയ്തത് കുറച്ച് ട്രെക്കിംഗ് ആവാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നടക്കാൻ രാവിലെ തന്നെ ഒന്ന് നടക്കാം. ഇപ്പം നല്ല ഒരു നടക്കാൻ പറ്റിയ സമയമാണ്, വെയിലൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ കയറും തോറും നല്ല തണുപ്പാണ്. നമ്മൾ നടക്കുന്നതിൻ്റെ ക്ഷീണമൊന്നും അങ്ങനെ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന നടക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ഇതുവഴി വരുന്നതായിരിക്കും നല്ലത്. ഇതുവഴി എന്ന് പറയുമ്പോൾ നമ്മൾ കരുവഞ്ചാലെന്ന് അല്ല, കരുവഞ്ചാലെന്ന് എഫ് സി കരുവഞ്ചാലെന്ന് ഇങ്ങോട്ടേക്ക് വരിക. നീ ഇതിലൂടെ വന്നാലും പിന്നെ വണ്ടി താഴെ വെച്ചിട്ട് ജീപ്പ് പിടിച്ചിട്ട് വരാൻ പറ്റുന്നതൊക്കെ ജീപ്പ് പിടിച്ചിട്ട് വരാം, എല്ലാം നടക്കാം. വണ്ടി എടുത്ത് തന്നെ സ്ട്രൈറ്റ് അങ്ങോട്ടേക്ക് വരേണ്ട ആൾക്ക് നമ്മളെ മറ്റേ വഴീൻ്റെ വരുന്നതിനും ഇരിക്കൂർ വഴി വരുന്നത് അല്ലേ, ഇരിക്കൂർ ശ്രീകണ്ഠാപുരം ആ വഴി വരുമ്പോൾ ചെമ്പേരി നടുവിൽ ആ വഴി വരുമ്പോൾ അങ്ങനെ വരാം. ഏതായാലും ഇങ്ങനെ നടന്നിട്ടുള്ളൊക്കെ വന്നാലേ ഒരു പ്രകൃതിയുടെ ഒരു സംഭവം മനസ്സിലാവും. ഒരു കിടിലം വ്യൂ ആണ് ഇത്, കണ്ട അടിപൊളി വ്യൂ ആണ്. നമ്മൾ നടന്നിട്ട് വരുമ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റും. നമ്മൾ വണ്ടിയിൽ വന്നാൽ ഈ പാലക്കയം തട്ടിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് കാണുന്ന ആ ഒരു വ്യൂ അല്ലാണ്ട് ചെറിയ ചെറിയ അതിനടക്കുള്ള വ്യൂസ് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ രാവിലെ തന്നെ നല്ല എനർജിയിൽ നടന്നിങ്ങോട്ട് കയറിയാലുണ്ടല്ലോ, പാലക്കയം തട്ടിലെത്തിയാൽ അപ്പം കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിന് എന്താ പറയുക? എനർജി. എനർജി, അതിനല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഫുൾ എനർജി ആയിക്കോ, എനർജി. അപ്പോൾ നമ്മളെപ്പോലെ കുറേ ആൾക്കാർ മലയിറങ്ങി വരുന്നുണ്ട്. നിങ്ങൾ ഈ വണ്ടി എടുക്കാണ്ട് എന്തിനാ ഇങ്ങനെ കയറിപ്പോയെ? വണ്ടി എടുക്കാണ്ട് കയറിയതല്ല, വണ്ടി കയറുന്ന നേരത്തം വരെ വണ്ടി കയറ്റി. അല്ലാണ്ട് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നല്ല 4 വീലർ വണ്ടിയൊക്കെ ആണെങ്കിൽ കൂളായിട്ട് ഇങ്ങോട്ടേക്ക് കയറാം. അല്ല, വണ്ടി എടുക്കാതെ കയറിയത് നന്നായിട്ട്, അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എനർജി വന്നില്ലല്ലേ എല്ലാവർക്കും? നിങ്ങളുടെ എവിടെയാ സ്ഥലം? എവിടെയാ? നമ്മളെ മുണ്ടയാട്. നദീർ, ജസീൽ, ആഷിഖ്, ഉവൈസ്. അപ്പോൾ നമ്മുടെ മുണ്ടയാടുന്ന് വന്ന പാലക്കയം തട്ട് കാണാൻ വന്നിട്ട് നമ്മളെ പോലെ തന്നെ മലയെല്ലാം കയറിയിട്ട് പോകുന്ന കുറച്ച് ടീംസാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇവിടെ കൗണ്ടറിലെത്തി. കൗണ്ടറിൽ നോർമൽ വലിയ ആൾക്കാർക്ക് 45 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ചെറിയ കുട്ടികൾക്ക് 3 to 12 years 15 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കയറി വന്ന വഴി മഞ്ഞുമല കഴിഞ്ഞിട്ട് തുരുമ്പിന്ന് മഞ്ഞുമല വഴിയാണ്. മഞ്ഞുമല കാണാൻ പറ്റും, നമ്മുടെ വരുന്ന വഴിയൊക്കെ മഞ്ഞുമലയാണ്. അതുവഴിയാണ് നമ്മളിങ്ങോട്ട് പാലക്കയം തട്ടിലേക്ക് കയറുന്നത്. ഇനിയുള്ളത് വേറൊരു വഴി ഏതെങ്കിലും പറഞ്ഞ സാറേ? കോട്ടയം തട്ട് വഴി വരികയാണെങ്കിൽ നമുക്ക് മഞ്ഞുമല കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഭാഗത്തുള്ള മഞ്ഞുമല കാണാൻ പറ്റില്ല. നിങ്ങൾ പിന്നെ പാലക്കയം തട്ടിൽ വന്നിട്ട് നിങ്ങൾ മഞ്ഞുമല കാണാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് വരേണ്ടി വരും. ഇവിടെ നമ്മൾ സ്റ്റിൽ ക്യാമറയ്ക്ക് 60 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. മൂവി ക്യാമറയ്ക്ക് 355 രൂപ. ഇതാണ് ഇവിടുത്തെ ചാർജസ്. പിന്നെ ടെൻറ്റ് സൗകര്യങ്ങളുണ്ട്, നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. ഇപ്പോൾ ടെൻറ്റ് ഇപ്പോൾ ഓണായോ? ഇല്ല, ഓണായില്ല. എത്ര ദിവസം എടുക്കും അത്? 2 മാസം എടുക്കും അല്ലേ? ഒരു 2 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ടെൻറ്റിൻ്റെ ഫെസിലിറ്റിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. കോവിഡിന് ശേഷം ടെൻറ്റൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ 4000 രൂപയായിരുന്നു അവർ ഓഫർ കൊടുക്കുന്നത്. 1500 റുപ്പീസ് ഒരു ഫുൾ ഡേ അല്ലേ? രാവിലെ മുതൽ പിറ്റേന്ന് രാവിലെ വരെ, വൈകുന്നേരം 5 മണി മുതൽ പിറ്റേ ദിവസം 11 മണി വരെ. ഓക്കെ, പാലക്കയം തട്ടിന്റെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്താണ് നമ്മളുള്ളത്. ആദ്യം നോക്കിട്ട് സാധനം കിട്ടുന്നുണ്ടോ? ഓക്കെ അല്ലേ? പാലക്കയം തട്ടിൻ്റെ ഏറ്റവും ഉയരമുള്ള ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഏകദേശം ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും. കോവിഡ് കാരണം ഇവിടെ നിങ്ങളെ ഈ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട് ഏരിയയും ബാക്കിയുള്ളതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ ഇല്ല.
ഇത് നടുവിൽ പഞ്ചായത്തിലാണ് ഈ പാലക്കയം തട്ട് സ്ഥിതി ചെയ്യുന്നത്. സമുദ്ര നിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലാണ് പാലക്കയം തട്ട് സ്ഥിതി ചെയ്യുന്നത്. പാലക്കയം തട്ട് നമുക്ക് കണ്ണൂർ ജില്ലക്കാർക്ക് ഏറ്റവും അടുത്ത് ഒരു നല്ല ഒരു ഇൻ്റർനാഷണൽ എന്താ പറയണ്ടേ ഒരു വൈബ് ഇൻ്റർനാഷണൽ വൈബ് ആണെങ്കിൽ ഇപ്പോൾ കണ്ണൂരുകാർക്ക് ഏറ്റവും അടുത്തുള്ളത് ഒരു സ്ഥലത്തിൽ ഒന്നാണ് ഈ പാലക്കയം തട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കോവിഡ് കാരണം തുറന്ന് ഇപ്പോൾ കഴിഞ്ഞ മാസം 15-ാം തീയതി അല്ലേ നമ്മളെ സ്വന്തം ആളായ നമ്മളെ സബ്സ്ക്രൈബറായ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട്. മൂപ്പറാണ് നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നത് കേട്ടോ. ജോസേട്ടൻ നമ്മളെ സ്വന്തം സബ്സ്ക്രൈബറാണ്. അപ്പോൾ ജോസേട്ടന് എന്താണ് നമുക്ക് പാലക്കയം തട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പാലക്കയം തട്ട് ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെ നിന്ന് കാണാൻ കഴിയും. അതായത് ഒന്ന് പൈതൽമലയാണ്, പിന്നെ ഏഴുമല കാണാം, പിന്നെ കണ്ണൂർ എയർപോർട്ട് കാണാം. എയർപോർട്ട് കാണാം അല്ലേ? ഇപ്പം മഞ്ഞ് മൂടിയത് കാരണം നമുക്ക് എയർപോർട്ടൊന്നും ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. മൂപ്പർ പറഞ്ഞ ഏകദേശം സ്ഥലങ്ങളൊന്നും നമുക്കിപ്പം കാണാൻ പറ്റില്ല, കാരണം ഭയങ്കര മഞ്ഞാണ്. ഏകദേശം ഉച്ചയാകുമ്പോൾ തെളിഞ്ഞ് കിട്ടുമായിരിക്കും അല്ലേ? ഏകദേശം തെളിയുമെന്ന് പ്രതീക്ഷിക്കാം. മാഡ് വിങ്സിന് വേണ്ടി തെളിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ചില ഏരിയാസിൽ ഇത് ഓരോ ഭാഗങ്ങളിലും വേറെ വേറെ സീനാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇടത്തു ഭാഗത്തും വലത്തു ഭാഗത്തും എല്ലാം പല പല സീനുകൾ. ഇപ്പം കണ്ടല്ലേ, നമ്മളിത് ഇങ്ങ് ദൂരെ കാണുന്നത് ഈ കനകക്കുന്ന് പള്ളിയുടെ കുരിശ് പള്ളിയാണ്. ആ കുന്നിൻ്റെ മുകളിൽ കാണുന്നത് നമ്മൾ ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേങ്കിൽ നേരിട്ട് കാണാൻ ഭയങ്കര നല്ല രസമുള്ള സ്ഥലമാണത്. താഴെ കാണുന്ന ഈ ഭാഗമാണ് കോട്ടയം തട്ട്. നമ്മൾ നേരത്തെ കോട്ടയം തട്ട് വഴി വരാമെന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ കോട്ടയം തട്ടിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ താഴെ കാണുന്നത്. അപ്പോൾ കോവിഡ് കാരണം നമ്മളെ ഈ പ്ലേ ഗ്രൗണ്ട് ഏരിയാസൊക്കെ നമ്മൾ അടച്ചിരിക്കുകയാണ്. അപ്പോൾ അടച്ചിരുന്നതിൻ്റെ കാരണം തന്നെ അതിപ്പോൾ ഒരു 5-6 മാസമായിട്ട് അടച്ചിരുന്നതല്ലേ. അപ്പോൾ അതിന് കാരണം ഒരുപാട് മെയിൻ്റനൻസ് വർക്ക് ഉണ്ട്. ആ മെയിൻ്റനൻസ് വർക്കുള്ള കാരണം ഇതൊന്നും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി ഏകദേശം ഒരു 2 മാസത്തോടു കൂടി ഇത് കംപ്ലീറ്റ് മെയിൻ്റനൻസ് കഴിഞ്ഞ് എല്ലാവർക്കും ഇതിൻ്റെ കംപ്ലീറ്റ് ഫെസിലിറ്റി അനുഭവിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ പാലക്കയം തട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഫുള്ള് സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഒന്ന്, ഇവിടെ ഡ്രോണ് ഇവിടെ പറത്താനുള്ള പെർമിഷൻ ഇല്ല. രണ്ടാമത് ഇവിടെ നിന്ന് പറത്തിയാൽ അത് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇതിൻ്റെ കുറച്ച് താഴ്ഭാഗങ്ങളിൽ നമ്മൾ വേറെ കുറച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയയിൽ പോയിട്ട് നമുക്കിതൊന്ന് പറത്താൻ പറ്റുമോ നോക്കാം. പറത്തിയിട്ട് ഇതിൻ്റെ മൊത്തത്തിലൊന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ആകാശ കാഴ്ച കിട്ടിയില്ലെങ്കിൽ ബും. പാലക്കയം തട്ട് വരുമ്പോൾ കേരളത്തിലെ പ്രധാന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അതേപോലെ കണ്ണൂർ ജില്ലയിലാണ്. കാസർഗോഡ് നീലേശ്വരത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ വന്നിട്ട് രാവിലെ എത്തിയിട്ടാകുമ്പോൾ അങ്ങ് വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് കാറ് മുകളിലോട്ട് എടുക്കാൻ പറ്റില്ലായിരുന്നു നമ്മളോട്. നമ്മൾ നടന്നു കുറേ കയറ്റാൻ കാല് കയറി തുടങ്ങി. അതിനിടയ്ക്ക് ഇവൻ പറഞ്ഞു ഇടയ്ക്ക് കുന്നിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ഇടവഴി ഉണ്ട് പറഞ്ഞിട്ട് കയറി. ലാസ്റ്റ് ഫുള്ള് കാടൊന്നും പറ്റിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പാലക്കയം തട്ടിൽ ഇത് ഓരോ സഞ്ചാരത്തിന് അങ്ങനെയാണ്. നമ്മൾ സുഹൃത്തുക്കളായിട്ട് വരുമ്പോൾ ഈ കാണുന്ന സ്ഥലത്തിനേക്കാൾ ഉപരി ആ വരുന്ന സമയത്തുള്ള ഓരോ എക്സ്പീരിയൻസാണ് നമ്മുടെ യാത്രകളെ കൂടുതൽ സൗന്ദര്യമാക്കുന്നത്. പാലക്കയം തട്ടിലുള്ള ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചുറ്റുപാടുമുള്ള ഏകദേശം പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മളെ താഴെയുള്ള റോഡ് മുതൽ അങ്ങ് കാണുന്ന കുരിശുപള്ളി മുതൽ പിന്നെ ഈ കുരിശുപള്ളിയുടെ ഒരു മെയിൻ പള്ളിയുണ്ട്, അത് കാണാം.
ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് വേറെ ഒരു കുറച്ച് ചെറിയ വ്യൂ പോയിൻറ്റ്സ് ഒരുപാടുണ്ട്. ഇവിടെ നമ്മൾ ഏറ്റവും ഈ ഭാഗത്തുള്ള ഏറ്റവും ഉയരം കൂടിയുള്ള സ്ഥലമാണെങ്കിലും ഇതിൻ്റെ താഴെയും ഒരുപാട് ഇങ്ങനെ ഒരു 2000 സ്ക്വയർ ഫീറ്റിലും ഒരു 2000 അടിയിലും 2500 അടിയിലൊക്കെ ഒരുപാട് വ്യൂ പോയിൻറ്റ്സ്. ഒരു ദിവസം രാവിലെ വന്നാൽ ഒരു വൈകുന്നേരം വരെ കാണാനുള്ള കാഴ്ചകൾ പാലക്കയം തട്ടും അതിൻ്റെ അനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും പാലക്കയം തട്ട് കാണാത്തവർ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ്. MC, നീ ഈ പുല്ലിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞോ. ഈ പുല്ലിനെ കുറിച്ചാണോ? ഇതാണ് പുല്ല്. അപ്പോൾ ഇതാണ് പാലക്കയം തട്ടിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ മറ്റ് എൻട്രൻസിലൂടെയാണ് ഉള്ളിലേക്ക് വന്നത്. നമുക്കിപ്പോൾ ഈ മെയിൻ എൻട്രൻസും കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ഈ മെയിൻ എൻട്രൻസ് കാണിക്കുക മാത്രമല്ല ഉദ്ദേശം, ഇവിടെ നല്ലൊരു ചായ കിട്ടും, ചായയും കൂടി കുടിക്കാം. അപ്പോൾ മെയിൻ എൻട്രൻസിൽ നമ്മൾ വരാനുള്ള മെയിൻ കാരണം ഇവിടെ ചായയും കടിയും കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചായ കുടിച്ചു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബാക്കിയുള്ള പാലക്കയം തട്ടിൻ്റെ മുകളിലുള്ള കംപ്ലീറ്റ് കഫേയും റെസ്റ്റോറൻറ്റ്സും എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആകെ ഇവിടെ ഒരു സ്നാക്സ് ചായ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ മെയിൻ എൻട്രൻസിലുള്ള നമ്മുടെ സ്വന്തം ഷാജി ഏട്ടൻ്റെ കടയിൽ മാത്രമേ ഇവിടെ ചായയും പലഹാരങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ വരുന്നവർ നിർബന്ധമായിട്ടും ഷാജി ഏട്ടൻ്റെ ചായ കുടിക്കാൻ ശ്രമിക്കുക. ഏതായാലും പാലക്കയം തട്ടും പരിസര പ്രദേശങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ഫാമിലി ആയിട്ട് വരുന്നവർ നിങ്ങൾ മെയിൻ എൻട്രൻസ് ഉപയോഗിക്കുന്നതായിരിക്കും വളരെ നല്ലത്. മെയിൻ എൻട്രൻസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ നടക്കേണ്ട ആവശ്യമില്ല. വേറൊന്നും നിങ്ങൾക്ക് ഇവിടെ ഫീഡിംഗ് റൂമുണ്ട്, പ്രെയർ ഹാളുണ്ട്, ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്, കംപ്ലീറ്റ് കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കംപ്ലീറ്റ് എൻജോയ് ചെയ്തിട്ട് വരിക. പാലക്കയം തട്ടിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, അവിടത്തേക്ക് പോകാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ പാലക്കയം തട്ടിൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവർ പതിവ് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊന്നും നിങ്ങളോട് പറയാനില്ല മക്കളെ. See you next time.